ഇതൊരു ഫ്ലവർ വേസ് ആണ്. ചെറിയ പോട്ടൊക്കെ വെക്കാൻ പറ്റിയ ടൈപ്പ് ഒരു ഫ്ലവർ വേസ് ആണ്. അത് 2 പീസ് ഉണ്ട്. പൂ വെക്കാനുള്ള 2 റൗണ്ട്. അപ്പോൾ ഇതൊരു ഫ്ലവർ വേസ് ആണ്. സിമ്പിൾ ക്യൂട്ടായിട്ടുള്ളൊരു ഫ്ലവർ വേസ് ആണ്. ഒരു ഡിയറിൻ്റെ ഷേപ്പിൽ മാനിൻ്റെ ആ ഒരു കൊമ്പൊക്കെ ആയിട്ട്. ആ ബോക്സിനുള്ളിൽ വേറൊരു ബോക്സ് കൂടെ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് പൊട്ടുന്ന എന്തോ സാധനമാണെന്ന് തോന്നുന്നു. നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. നല്ല സെക്യൂറായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. അത് മാനിൻ്റെ കൂടെ ഞാനിപ്പം അത് മാനിൻ്റെത് വാങ്ങിയ സമയത്ത് ഞാൻ അങ്ങനെ ആലോചിക്കായിരുന്നു ഇതിനെ പറ്റിയ പോട്ട് ഏതാണ് ഞാൻ അങ്ങനെ ആലോചിക്കുന്നത്. പക്ഷെ അതിൻ്റെ കൂടെ ഒരു പോട്ടും കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിക്കുന്നത് ഇത് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണുള്ളത്. കൊല്ലാനല്ല, കൊള്ളാം. അപ്പോൾ ഞാൻ ഓൾറെഡി കുറച്ച് പ്ലാൻസ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് വേറെയും കുറച്ച് വേസസ് പൊട്ടിക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെ കൊള്ളാം. അടുത്തത് കുറച്ച് ഈ ചട്ടകങ്ങളാണ്. വുഡൻ ആയിട്ടുള്ള കിച്ചണിലേക്കുള്ള അന്നത്തെ അൺബോക്സിങ്ങിൽ വിട്ടുപോയതാണെന്ന് തോന്നുന്നു. ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസും ഉണ്ട്. പിന്നെ ഇതെന്താ സാധനം എന്നെനിക്കറിയില്ല, നോക്കട്ടെ. ഇത് അടുത്ത വേസാണ്. ട്വിസ്റ്റ് ഉണ്ട്. ഇത് വേസ് അല്ല, ലൈറ്റാണ്. ആക്ച്വലി പെൻഡൻ ലൈറ്റാണ്. ഡെക്കർ ഐറ്റംസിനായിട്ടുള്ള ഇതാണ്. ക്വാളിറ്റി ബൾബ് വന്നിട്ടില്ല. ജസ്റ്റ് ഇതിൻ്റെ ഫ്രെയിം ആൻഡ് ആ ഭാഗങ്ങളിലാണുള്ളത്. വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഇത് അടുത്തൊരു വേസാണ്. കുറച്ചുകൂടി വലുതായിട്ടുള്ള വെക്കാൻ. അത് ഇൻറ്റീരിയറിൽ വെക്കാനുള്ളതാണ്. വെക്കാനുള്ള ചെടി വേറെ നോക്കണം. അത്യാവശ്യം വലുപ്പമുള്ള ഒരു വേസാണ്. വാസ് ഏതായാലും കൊള്ളാം. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ഒരു ഡ്രീം ക്യാച്ചറാണ്. കളിപ്പാറ്റയല്ല. സമയം നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അടുത്ത പ്രൊഡക്റ്റ് പെബിൾസ് ആണ്. ഫുള്ള് ബ്ലാക്ക് കളർ പെബിൾസ് ആണ്. ചെടിക്ക് ഇൻറ്റീരിയറിലിടുന്ന ചെടീൻ്റെ മുകളിൽ ബേസിലിടാനുള്ളതാണ്. മണ്ണും അതിനുള്ളിൽ തലയൊക്കെ കാണുന്നവരും കുറച്ചുകൂടെ എസ്തെറ്റിക് ആവാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. കുറച്ചേ ഉള്ളൂ, കൂടുതൽ മേടിക്കുന്ന വരും തോന്നുന്നു. ചെടീൻ്റെ ഒരു കൗണ്ട് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ നമുക്ക് നോക്കാം. അടുത്ത പ്രൊഡക്റ്റ് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ്. കുറച്ച് തൂങ്ങി നിൽക്കുന്ന ടൈപ്പാണ്. ഇങ്ങനെ ഓൾറെഡി ഒരു പീസ് താഴെ പോയി. ഈ ഒരു ഹാങ്ങിങ് ടൈപ്പാണ്. ഇത് വെക്കാനുള്ളൊരു പൊസിഷൻ കണ്ടുപിടിക്കണം. നോക്കാം. എന്തായാലും കൊള്ളാം. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഇറ്റ്സ് ഗുഡ്. അടുത്ത പാക്കേജ് ഇതേപോലെ കുറേ സെക്യൂറായിട്ട് വെക്കുന്നൊരു പാക്കേജിൻ്റെ ഉള്ളിൽ കുറേ ക്രംപ്ലിങ് സാധനങ്ങളുണ്ട്. മാഗ്നറ്റ് പാഡ്സ് ആണ്. ഈ ഒട്ടിച്ച് വെക്കാനുള്ള ഞാൻ ചില സ്റ്റിക്കേഴ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള ഡിഫോൾട്ടായിട്ട് വെച്ച മാഗ്നറ്റ്സ് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പം അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. പക്ഷെ ഇത് ഭയങ്കര സെക്യൂർഡായിട്ടാണ് അയച്ചിരിക്കുന്നത്. കാർബോർഡും മാഗ്നറ്റും തന്നെയാണ്. എന്തിനാണ് ഇത്ര സെക്യൂർ ആക്കിയെന്നുള്ളത് അറിയില്ല. ഇത് പിന്നെയും കിച്ചൺ ടവൽസ് ആണ്. ഏറ്റവും കൂടുതൽ ഇവിടെ ആവശ്യം ഉള്ളൊരു സാധനമാണ്. ഇത് വലിയ കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ആണെന്ന് തോന്നുന്നു. വലിയ ക്വാളിറ്റി ഇല്ല ആക്ച്വലി. ഇതും വളരെ കട്ടി കുറവാണ്. വലിയൊരു ആ ഒരു പഫ്നെസ് കാര്യങ്ങളൊന്നുമില്ല. സ്റ്റിൽ യൂസേജ് നടക്കും. നോക്കാം. അടുത്ത അത്യാവശ്യം വലിയ കനമുള്ള പാക്കേജാണ്. എന്താണെന്ന് നോക്കാം. ഇതൊരു ലെഡ്ജാണ്. വാൾ ഡെക്കറാണ്. ഐറ്റംസ് കീപ്പ് ചെയ്യാനുള്ള. ഇതിൻ്റെ ഫേസ്റ്റ് ഓഫ് അൺബോക്സിങ് ആൻഡ് ഫിക്സിങ് നമുക്ക് വേറൊരു വീഡിയോയിൽ നോക്കാം. ജസ്റ്റ് 2 ലെഡ്ജ് മാത്രമേ ഉള്ളൂ ആർട്ടിഫാക്ട്സ് വെക്കാനുള്ള.
അടുത്ത സെയിം ഒരു സാധനമാണ്, പക്ഷേ കിച്ചണിലേക്കുള്ളതാണ്. ലെഡ്ജല്ല, ഒരു ഓപ്പൺ സ്റ്റോറേജ് ബോക്സ് തന്നെയാണ്. കിച്ചണിലെ ഐറ്റംസ്, പ്ലേറ്റ്സ് ആയാലും കപ്സ് ആയാലും മഗ്, ബാക്കിയുള്ള ബോട്ടിൽസ്, മസാല ബോട്ടിൽസ് ഒക്കെ വെക്കാൻ പറ്റിയ രീതിയിലുള്ള കിച്ചൺ ലെഡ്ജാണ്. അത് ഫിക്സ് ചെയ്യുമ്പോൾ നോക്കാം. ഇത് ഞാനൊരു പരീക്ഷണാർത്ഥം ഒരു കേർട്ടൺ മേടിച്ച് നോക്കിയതാണ്. വലിയ ക്വാളിറ്റി എന്തായാലും ഉണ്ട്, കാരണം വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അത്യാവശ്യം കട്ടി കുറഞ്ഞ, കനം കുറഞ്ഞ, ജസ്റ്റ് ഒരു പരീക്ഷണത്തിന് വേണ്ടി മാത്രം വാങ്ങിയതാണ്. എങ്ങനെ ഉണ്ടാവും അറിയാൻ വേണ്ടിയിട്ട്. ലിവിങ്ങിലേക്ക് ഒരു വൈറ്റ് ഉള്ളൊരു കേർട്ടനാണ്. നോക്കി നോക്കാം, വലിയ പ്രതീക്ഷയൊന്നുമില്ല, നല്ലതായാൽ കൊള്ളാം. ഇത് ഗ്രാസ് മെറ്റീരിയലാണ്. ഇത് ഫ്ലോറിനിടാനല്ല, ചില കിച്ചണിലെ പ്ലാറ്റ്ഫോം മീൻസ് മെയിൻ പ്ലാറ്റ്ഫോമിലല്ല, ഈ ഷെൽഫിലും പിന്നെ രണ്ടുമൂന്ന് ഷോക്കേസിൻ്റെ ഒരു കുറച്ച് സ്പേസസ് ഉണ്ട്. അവിടെയൊക്കെ താഴെ വെക്കാൻ വേണ്ടിയിട്ട്, ചളി കറ വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഇത് യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. നോക്കി നോക്കാം എത്രത്തോളം ക്വാളിറ്റി ഉണ്ട്. ഇതെല്ലാം ഇങ്ങോട്ട് പൊടിഞ്ഞു പോരുമെന്ന് അറിയില്ല, എന്തായാലും നോക്കാം. ഇത് അത്യാവശ്യം കനമുള്ള നല്ല സെക്യൂർ പാക്കേജിങ് ബോക്സാണ്. ബ്രേക്ക് ആവുന്ന എന്തെങ്കിലും ആയിരിക്കും. ലെറ്റ്സ് സീ. അടുത്ത പ്രൊഡക്റ്റ് ഒരു വിക്ക ബാസ്ക്കറ്റാണ്. ഒന്നല്ല, എനിക്കൊന്ന് രണ്ടെണ്ണം ഉണ്ട്. 2 വിക്ക ബാസ്ക്കറ്റ്സ് ആണ്. മെയിനായിട്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇടാൻ വേണ്ടിയിട്ടാണ്. ടേബിളിൻ്റെ മുകളിലോ അല്ലെങ്കിൽ മേ ബി ഗസ്റ്റ് വരുന്ന സമയത്ത് മാത്രം പുറത്തെടുക്കാനുള്ള ഐറ്റംസ് നന്നായിട്ട് ചിലപ്പോൾ മാറാൻ ചാൻസ് ഉണ്ട്. ക്വാളിറ്റീസ് ഓക്കെ പൊളിഞ്ഞു പോകാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ഗുഡ്. കുഴപ്പമില്ല, എന്തായാലും യൂസ് ചെയ്ത് നോക്കാം. പൊടിഞ്ഞോളം എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. ഇപ്പോഴേ കുറേ ഒടിവും പിടിവും ഒക്കെ കാണുന്നുണ്ട്. ലെറ്റ്സ് സീ. അടുത്ത പ്രൊഡക്റ്റ് ഒരു കണ്ണാടിയാണ്. മിറർ വാഷ് ബേസിനിലേക്കും വാഷ്റൂമിലേക്കും ആണ് ഉദ്ദേശിച്ച് വാങ്ങിയത്. നോർമൽ ഒരു ഓവൽ ഷേപ്പ് മിററാണ്. അത്യാവശ്യം വലുപ്പമുണ്ട്. ഇതൊക്കെ ധാരാളം ഓക്കെയാണ്. അടുത്ത പ്രൊഡക്റ്റ് കുറച്ച് വലുതാണ്. കിച്ചണിലേക്കുള്ള പ്ലേറ്റ് ഡ്രയറാണ്. മറ്റേ പ്ലേറ്റ് ഡ്രെയിനറാണ് കിച്ചണിലേക്കുള്ളത്. ഇതൊന്ന് ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ആ വീഡിയോ കാണാം. നെക്സ്റ്റ് പ്രൊഡക്റ്റ് അച്ഛനുള്ളൊരു ചെറിയ ടെമ്പിൾ സെറ്റാണ്. ചെറിയ വളരെ മെലിഞ്ഞ ബോർഡ്, വലിയ തിക്നെസ് കാര്യങ്ങളൊന്നുമില്ല. ഇതിനെക്കാട്ട് കുറച്ച് ബെറ്റർ ഓപ്ഷനുകൾ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇത്തിരി എക്സ്പെൻസീവ് ആണ്. ഇത് അത്യാവശ്യം കിട്ടും. ലാസ്റ്റ് ടൈം 2 പ്രാവശ്യം ഓർഡർ ചെയ്ത സമയത്ത് മീഷോന്നായിരുന്നു. അപ്പോൾ ഇതിനെക്കാട്ടും ഈ ഒരു കണ്ണിന് തിക്നെസ് വളരെ കുറവായിരുന്നു. ഇത് പിന്നെയും വലിയ കുഴപ്പമില്ല. ഇത് സെറ്റ് ചെയ്യാൻ നല്ല പണിയാണ്. കുറേ അസംബിൾ ചെയ്യാൻ കുറേ പാർട്സ് ഉണ്ട്. പിന്നെ അതുപോലെ എല്ലാം വളരെ സ്ലിം ആയിട്ടുള്ള മെറ്റീരിയൽസുമാണ്. എന്തെങ്കിലും നമുക്ക് ഫിക്സ് ചെയ്ത് നോക്കി നോക്കാം, എന്താ അവസ്ഥ നോക്കി നോക്കാം. റിട്ടേൺ വിൻഡോ കഴിഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ഉള്ളത് വെച്ചിട്ട് ഇനി അഡ്ജസ്റ്റ് ചെയ്യാം. ലെറ്റ്സ് സീ. ഇത് ഞാൻ വാങ്ങിയൊരു സ്ട്രിപ്പ് ലൈറ്റാണ്. അത് കിച്ചണിലേക്കാണ് വാങ്ങിയത്. അതിൻ്റെ വയർ കണക്ഷൻസ് കാരണം ഇലക്ട്രിക്കൽ സംഭവങ്ങളൊക്കെ അച്ഛൻ ഓക്കെ എന്നാണ് പറഞ്ഞത്, ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നോക്കി നോക്കാം. സ്ട്രിപ്പ് ലൈറ്റ്സ് ആണ്. ലെറ്റ്സ് സീ, നോക്കി നോക്കാം എങ്ങനെ അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളെന്നുള്ളത് നോക്കി നോക്കാം. ഇത് അടുത്തത് ഒരു ഒരു 4 സെറ്റുള്ള 4 എണ്ണമുള്ള ഒരു ലുങ്കീൻ്റെ സെറ്റാണ്. അച്ഛന് വേണ്ടി മേടിച്ചതാണ്. ലുങ്കീസാണ്. 4 കളറിലുണ്ട്. ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. പെർട്ടിക്കുലർ ലൈക്കിങ്സ് ഒക്കെ ഉള്ള മനുഷ്യനാണ്. നോക്കി നോക്കാം, കൊടുത്തു നോക്കാം. പിന്നെ ഇത് ഇവയ്ക്കുള്ളതാണ്. ഒരു ഇതേപോലത്തെ ടോയ് അല്ല, സ്റ്റഡി മെറ്റീരിയൽ പോലെ, സ്റ്റഡി മെറ്റീരിയൽ ഈ പസിൽസോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തോ ഒരു സംഭവമാണ്. എനിക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ടുള്ളത്. ഇപ്പോൾ പൊളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് ചെതറിച്ച് കളയും. അതുകൊണ്ട് ഒരു സർട്ടൺ ടൈമിൽ പുള്ളിക്കാരി ഒന്ന് ഒതുക്കി മാറ്റി എന്തിനാണ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അതാണത്. ഇത് അഗെയിൻ മറ്റേ ബ്ലോ പെൻ ആണ്. ഇത് ഞാൻ ഓൺലൈൻ മേടിച്ചതല്ല. ഒരു ഇവിടെ നമ്മളെ അറേബ്യൻ സീ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഓഷ്യൻ എന്തോ പറഞ്ഞിട്ട് ഒരു അക്വേറിയം സെറ്റപ്പ് എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അക്വേറിയവും റോബോട്ടിക്സും അങ്ങനെ പറഞ്ഞിട്ട് കാണാൻ അത്യാവശ്യം കൊള്ളാവുന്നൊരു പരിപാടിയായിരുന്നു. അപ്പോൾ അവിടെ പോയി മേടിച്ചതാണ് ബ്ലോ പെൻ. അത് എനിക്ക് തോന്നുന്നു ഈ കളേഴ്സൊക്കെ ഇട്ടിട്ട് പെണ്ണുകൊണ്ട് ഇങ്ക് ഊതി പിള്ളേർക്കുള്ള എന്തോ
കിടുതാപ്പാണ്. അപ്പോൾ ഇന്നത്തോടെ അങ്ങനെ ഈ സെറ്റ് ഓഫ് അൺബോക്സിങ് വീഡിയോ ഇവിടെ തീരുകയാണ്. ഇനി എന്തായാലും കുറച്ച് കാലത്ത് അൺബോക്സിങ് വീഡിയോ ആയിട്ട് വരില്ല, കാരണം എനിക്കും മടുപ്പ് ഇത് കാണുന്നത്, നിങ്ങൾക്കും അതിനപ്പുറം മടുപ്പുണ്ടാവും ഒബ്വിയസ്ലി. അപ്പോൾ അങ്ങനെ ഒരു തുടക്കത്തിൽ ആ ഒരു ആ ഒരു ഇൻട്രാക്ഷൻ കാര്യങ്ങളിലുള്ള ഒരു ചടപ്പ് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചൊരു വിദ്യയായിരുന്നു ഈ അൺബോക്സിങ് വീഡിയോസ്. അപ്പോൾ ഇന്നത്തോടെ സെക്കൻഡ് സെറ്റ് ഓഫ് അൺബോക്സിങ് വീഡിയോ ഇവിടെ തീരുവാണ്. ഇനി അടുത്ത മുതൽ നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് പോലെ അല്ലെങ്കിൽ ഇതൊക്കെ സെറ്റ് ചെയ്യുന്ന അൺബോക്സിങ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, ഇതൊക്കെ യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് ഇനി അടുത്ത സെറ്റിൽ അത് വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരോ വീഡിയോസ് ചെറവറ എന്തെങ്കിലുമൊക്കെ വന്നുകൊണ്ടിരിക്കും. നോക്കി നോക്കാം എങ്ങനെയാണ് പോകുക എന്നുള്ളത്. അപ്പോൾ ബൈ.